അവസാനമായിട്ട് ആ ബോഡി പോലും നിങ്ങളെ കാണിച്ചില്ലല്ലോ. സത്യമാണ് സത്യാമ്മേ, അവൻ മരിച്ചു. സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചു. അവള് ചെയ്തു വെച്ച മഹത്വങ്ങൾ സത്യാമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ? നീ ഇവിടെ ഒരു കാര്യം അറിയിക്കണ്ട. നീ പറയുന്നൊന്നും ഞങ്ങൾ ഇവിടെ ആരും വിശ്വസിക്കുകയില്ല. വേണ്ട, വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അറിയിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. എന്തു നുണയും കൊണ്ടാ നീ കേറി വന്നിരിക്കുന്നത്? വിഷ്ണുവിനെ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്നാണോ പറയാൻ പോകുന്നത്? എടി, ഇനി നീ ഇങ്ങനെ നുണയുണ്ടാക്കി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എന്റെ മകൻ എന്റെ അടുത്ത് എത്തും, ഉടനെ തന്നെ എത്തും. മകൻ സത്യാമ്മയുടെ അടുത്തേക്ക് എത്തും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സത്യാമ്മ മകന്റെ അടുത്തേക്ക് എത്തും എന്ന് പറയുന്നതാണ് ഇപ്പൊ സിറ്റുവേഷൻ ഉചിതം. ഇനി അങ്ങനെ സംഭവിക്കാനേ മാർഗമുള്ളൂ. സത്യാമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ. ഒന്ന് നിർത്തടി. ഇനി നീ ഇവിടെ നിന്ന് അധികം നാവാടാനൊന്നും നിൽക്കണ്ട. ഇവിടെയുള്ളവർക്കൊക്കെ നിന്നെ കാണുന്ന തന്നെ ചതുർത്തിയ. സുസ്മിത, നീ പോ. ഇനി ഒരടവും നിന്റെ ഇവിടെ ഓടില്ല. ഞാൻ പൊക്കോളാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു വലിയ ചതിയുടെ യഥാർത്ഥ സത്യം അറിയിക്കണമെന്നുണ്ട്. അതറിയിക്കാതെ പോയാ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ടത് മാറും. എന്റെ സുസ്മിത, എനിക്കൊന്നും കേൾക്കണ്ട. നീ എത്രയും വേഗം ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി തന്നാ മതി. അല്ലെങ്കിലും കള്ളത്തരം പറഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്കേ ഇവിടെ മാർക്കറ്റുള്ളൂ. അവരെ അകത്തളത്തിലിരുത്തി വാഴിക്കുകയും ചെയ്യും. സത്യം പറയാൻ വരുന്നവർക്ക് എന്നും സ്ഥാനം പടിക്ക് പുറത്തും. കള്ളങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവർക്കേ സ്ഥാനം എന്നും പടിക്ക് പുറത്തു തന്നെയാ സുസ്മിത. അതിൽ പരിഭവിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ജീവിക്കുമ്പോ നല്ലത് പറഞ്ഞ് ജീവിക്കണം. ഇല്ലെങ്കിൽ വെറുക്കപ്പെട്ടവളായി ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരും. സമ്മതിച്ചു. ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ ഈ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രായശ്ചിത്വവും പരിഹാരമായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഇത്രയും കാലം വലിയൊരു ചതിയുടെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ജീവിച്ചത്. സ്വന്തം മകൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന ഒരു അമ്മയോട് ആ മകൻ ഇനി ഈ അമ്മയെ തേടി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സത്യം അതറിയിക്കാൻ തന്നെയാ ഞാൻ ഈ വന്നിരിക്കുന്നേ. കൊള്ളാം, പുതിയ നുണയും കൊണ്ട് വന്നിരിക്കുകയാണല്ലേ. ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിനെല്ലാം വ്യക്തമായിട്ടുള്ള തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാഹുൽ, പറ രാഹുൽ, നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറ. ഇത് വിഷ്ണു എന്ന അമ്മയുടെ മകൻ മരിച്ചതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. എന്താ ഈ പറയുന്നത്? എന്റെ മകൻ വിഷ്ണു മരിച്ചെന്നോ? അതെ, പറഞ്ഞു കൊടുക്ക് രാഹുൽ. ഇത് വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ശാലിനി മാഡം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 30 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ ഡോക്യുമെന്റാ. എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ എന്തിനാ ഈ കള്ളം പറയുന്നേ? എന്റെ മകൻ മരിച്ചിട്ടില്ല. അവനെവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒരിടത്തും ജീവിച്ചിരിപ്പില്ല. കളക്ടർ മരുമകൾ ഇതിൽ നന്നായി പണിയെടുത്തു. അതിനുള്ള ഫലം അവക്ക് കിട്ടുകയും ചെയ്തു. 30 ലക്ഷം രൂപ. വിഷ്ണുവിന്റെ ഇൻഷുറൻസ് മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടുള്ള പേപ്പറാ. കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനൊക്കെ ഇൻഷുറൻസിന്റെ പണമൊക്കെ അടയ്ക്കൂ. മോൾ അതെന്താണെന്ന് വെച്ചാ ചെയ്യേ. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിയുന്നവളെന്ന് എന്നെയാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെ മരുമകൾ ചെയ്തത് എന്താ? മകനെ കൊന്ന് അവന്റെ മരണം വിറ്റ് കാശാക്കി. ഇതൊന്നും അറിയാതെ മകനെ കാത്തിരിക്കുന്ന സത്യാമ്മയോട് അവൾ എന്താ പറഞ്ഞത്? മകൻ വരും, ഉടനെ വരും എന്നല്ലേ? സത്യാമ്മേ,
ഇത് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇത് ശാലിനി വിഷ്ണുവിന്റെ ഇൻഷുറൻസ് തുക തട്ടി 30 ലക്ഷം രൂപ കൈക്കലാക്കിയതിന്റെ തെളിവ്. അവസാനമായിട്ട് ആ ബോഡി പോലും നിങ്ങളെ കാണിച്ചില്ലല്ലോ. സത്യമാണ് സത്യാമ്മേ, അവൻ മരിച്ചു. സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചു. അയ്യോ, സത്യമേ, 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 എന്ത് ക്രൂരതയാ നിങ്ങൾ ഈ കാണിച്ചത്? പിന്നെ സത്യം എന്നായാലും ഇവരറിയേണ്ടതല്ലേ? സത്യമേ, കണ്ണു തുറക്ക്. സത്യമേ, 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 എഴുന്നേക്ക്, എഴുന്നേക്ക് സത്യമേ, സത്യമേ. വിഷ്ണു, 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 എന്റെ വിഷ്ണു, എന്റെ വിഷ്ണു, എന്റെ വിഷ്ണു, എന്റെ വിഷ്ണു, വിഷ്ണു, എന്റെ ഈശ്വര. സത്യാമ്മയ്ക്ക് അറിയണ്ടേ തുടക്കം മുതലുള്ള കഥ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മകൻ മരിച്ചിട്ടില്ല, എന്റെ മകൻ മരിച്ചിട്ടില്ല. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊന്നും കേൾക്കുക വേണ്ട. സത്യാമ്മേ, വിഷ്ണു മരിച്ചു. ആ സത്യം സത്യാമ്മ ഉൾക്കൊള്ളുക തന്നെ വേണം. ഇല്ല, എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അത് അറിഞ്ഞിട്ടും സത്യാമ്മയെ അറിയിക്കാതെ രഹസ്യമായി കാര്യങ്ങൾ നീക്കിയ ശാലിനിയെ ഒരു വിധത്തിലും സത്യം അംഗീകരിക്കരുത്.